കൺവെൻഷൻ എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ ധ്യാനം ഞാൻ ആരംഭിച്ചത്. സോ കൺവെൻഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ കൺവെൻഷൻ. നമ്മുടെ മനസ്സിലായി, കൺവെൻഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ കൺവെൻഷൻ. കൺവെൻഷൻ വെറും ഒരു പതിവല്ല. കൺവെൻഷൻ ഈസ് ഫോർ ന്യൂ കൺവെൻഷൻസ്. പുതിയ പതിവുകൾ, പുതിയ ശീലങ്ങൾ, പുതിയ സാക്ഷ്യം, ഇതൊക്കെ ആരംഭിക്കുന്നതിനുള്ള സന്ദർഭം കൂടെയാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഉപയോഗിച്ച ഒരു വാക്ക് ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്നതാണ്. കൺവെൻഷൻ നമുക്ക് കൊതി കൂട്ടുന്ന സന്ദർഭമാണ്. കൊതി എന്ന് പറഞ്ഞാൽ ഡിസയർ, സിമ്പിൾ ഡിസയർ. കൊതി നിങ്ങളെങ്കിലും ഒന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ കൊതി എന്ന് പറഞ്ഞാൽ? ഇവരെ പോട്ടെ, intense and irrepressible desire, അല്ലേ? അദമ്യമായ വാഞ്ച. അത് കിട്ടിയേ പറ്റൂ. കിട്ടാതിരുന്നാൽ എന്തോ ഒരു കെറിവ്, അല്ലേ? നീ എന്തോ കൊതിക്കെറിവ് കാണിക്കാണോ, അല്ലേ? കിട്ടാതിരിക്കുമ്പോൾ കെറിവ് പോലും വരത്തക്കവണ്ണമുള്ള കൊതി. കൺവെൻഷൻ തിരുവചനത്തോടുള്ള കൊതി കൂട്ടുന്ന സന്ദർഭമാണ്. അതുകൊണ്ടാണ് നമുക്ക് തന്നെ ഒരു പാട്ടുള്ളത്. നീ പൊഴിക്കും തേൻമൊഴികൾ, നീ പൊഴിക്കും തേൻമൊഴികൾ, ഭാരം തോതി നൽകിടണം ദൈവമേ. അപ്പൊ അതുകൊണ്ട് ഒരു കൺവെൻഷന് വരുമ്പോ ഇപ്പൊ അച്ഛൻ പറഞ്ഞു, ഒന്ന് കൂടിയ അടുത്തതിനൂടെ കൂടാനുള്ള കൊതി. അപ്പൊ കൊതി തീരുന്ന സന്ദർഭമല്ല, ഞങ്ങൾക്ക് കൊതി ഏറുന്ന സന്ദർഭമായി മാറണം. അതുകൊണ്ട് ഇനി അടുത്ത വർഷമല്ല നമുക്ക് വചനത്തോടുള്ള കൊതി. ഈ കൊതിയിൽ നമ്മൾ വചനം ധ്യാനിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു സന്ദർഭമാണ് കൺവെൻഷൻ എന്ന് മാത്രം പറഞ്ഞ് ഈ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചിരുന്ന ആളാണ്. അപ്പൊ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയും, ഞാൻ സാധാരണ 9 മണിക്കുള്ള ഒരു ക്ലാസ്സിൽ 9:03 കഴിഞ്ഞാലും ഒന്നും അവരെ കേട്ടത്തില്ല. 9:03 കഴിഞ്ഞാൽ അവർ വലിയ പള്ളിയിലെ അച്ഛന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയും അടുത്ത ക്ലാസ് വന്നാൽ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ 20 പേരുള്ള ഒരു ക്ലാസ്സിൽ ഒരാൾ 3 മിനിറ്റ് താമസിച്ചാൽ ആ ആളിന് വേണ്ടി 3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എത്ര സമയം നഷ്ടമായി? 20 മിനിറ്റ്, 1 മണിക്കൂർ നഷ്ടം. അപ്പൊ നമ്മൾ വീട് കഴിച്ചോ കള്ളു കുടിച്ചോ എന്നുള്ളത് മാത്രമല്ല ദൈവം നോക്കാൻ പോകുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്തിയോ എന്ന് ദൈവം നോക്കും. അപ്പൊ ഞാൻ 12:30 നിർത്താമെന്നാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓരോ മിനിറ്റ് കൂടുന്നോറും കർത്താവ് എന്നോട് ചോദിച്ചോളൂ, നീ എന്തിനാണ് ആ പോരുവല്ലിക്കാരെ ആ ഞായറാഴ്ച പോയി മെനക്കെടുത്തി അവർ ഉറങ്ങി വീണില്ലെന്നേ ഉള്ളൂ, അതുവരെ നീ എന്തിനാ നീട്ടിക്കൊണ്ട് പോയെന്ന് വരാതിരിക്കാൻ ഞാൻ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ സമാപന സമ്മേളനം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടെടുക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു. ദൈവം പുതുതാക്കുന്ന ദൈവമാണ്. ഗോഡ് ഈസ് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. ഗോഡ് ഈസ് റിഡീമിംഗ്. പാഴായി പോകുന്നതിനെ പവിഴമാക്കുന്ന ദൈവം. ആ ദൈവം നമ്മൾ എപ്പോഴും പറയുന്നു, ഇഫ് യു കം ടു മൈ പ്രസൻസ് യു വിൽ നോട്ട് ഗോ ബാക്ക് ഇൻ ദ സെയിം വേ. ഓരോ ആരാധനയും നമ്മൾ പുതുതായി ഭവനങ്ങളിലേക്ക് പോകുന്ന സന്ദർഭം. അതുകൊണ്ട് നമ്മൾ ഓരോ ഞായറാഴ്ചയും ദേവാലയത്തിലേക്ക് വരുന്നത്, ഞാൻ പുതുതാകാൻ എന്നെ സഹായിക്കണമേ, അതിനായി ഇതിന്റെ ദർശനം എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആകുമ്പോൾ അത് വലിയ രൂപാന്തരത്തിന്റെ മുഖാന്തരമായി തീരും. ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ ദൈവം വീണ്ടെടുത്ത ചില വിളക്ക് മരത്തെ കുറിച്ചാണ്. സൈൻ പോസ്റ്റ് ഓഫ് റിഡംപ്ഷൻ, വീണ്ടെടുപ്പിന്റെ വിളക്ക് മരം എന്നുള്ള ഒരു ഭാഗമാണ് ധ്യാനിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ് വായിച്ചത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള പേരില്ലാത്ത ഒരു സ്ത്രീ വീണുപോകാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടവളായി തീർന്നത് എന്നാണ് നാം ഈ വേദഭാഗങ്ങൾ വായിക്കുന്നത്. ഈ വേദഭാഗങ്ങളെല്ലാം നമ്മളോട് പറയുന്നു, the problems in our life need not be the end of our life. നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല. എന്തുകൊണ്ട്? No crisis can finish us off if Christ is with us. No crisis can crumble us if Christ is there with us.
So we need to have Christ with us in our journey of faith. ദൈവം നമ്മോടൊപ്പമുള്ള യാത്രയാണെങ്കിൽ ആ യാത്രയിൽ ദുഃഖമല്ല അവസാനം, ദൈവമാണ് അവസാനം. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ ദുഃഖത്തെക്കാൾ അധികമാകുമ്പോൾ നമ്മൾ പ്രതിഭയുള്ളവരായി മാറും. ദുഃഖം ദൈവത്തെക്കാൾ അധികമാകുമ്പോൾ നമ്മൾ പ്രതിഭകളായി മാറും. We will become paralyzed if our grief is greater than God. If God is greater than our grief, we will not be paralyzed people, we will be progressing people. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിതത്തെ മുൻപോട്ട് നയിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ധ്യാനം ക്രമീകരിക്കുന്നത്. എലീശായുടെ കാലത്ത് പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുത്തി വന്ന് എലീശായോട് നിലവിളിച്ചു, നിന്റെ ശിഷ്യനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാം. ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകുവാൻ ഭാവിക്കുന്നു എന്ന് നിലവിളിച്ചു. പ്രവാചകൻ അവളോട് നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ഭരണിയിൽ ഒരു എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ പ്രവാചകൻ അവളോട് പറഞ്ഞു, നീ പോയി അയൽപക്കത്ത് നിന്ന് പാത്രം കൈക്കൊള്ളുക. അങ്ങനെ അവൾ പോയി പാത്രം കൈക്കൊണ്ടു, മുറിയിൽ കയറി വാതിലടച്ചു, പാത്രങ്ങളിൽ എണ്ണ നിറച്ചു. അവൾ പോയി പ്രവാചകനോട് വിവരം അറിയിച്ചു. പ്രവാചകനോട് നീ പോയി ഈ എണ്ണ വിട്ട് കടം വീട്ടി ശേഷിച്ചതുകൊണ്ട് ഉപജീവനം കഴിച്ചുകൊള്ളുവിനെന്ന് ഈ കഥ ആരംഭിക്കുമ്പോൾ നാം കാണുന്നത് a person is crumbling, a person is grieving, a person is crying. ഈ വേദഭാഗം അവസാനിക്കുമ്പോഴെന്താണ് നമ്മൾ കാണുന്നത്? This person is beaming, not crying, beaming. പ്രകാശിക്കുന്ന ഒരു വ്യക്തിത്വമായി അവർ മാറി. നമ്മൾ പല സങ്കീർത്തനങ്ങളും വായിക്കുമ്പോൾ തുടക്കം വലിയ വിലാപത്തിന്റെ സങ്കീർത്തനങ്ങളാണ്. എന്നാൽ മിക്കവാറും എല്ലാ വിലാപത്തിന്റെ സങ്കീർത്തനങ്ങളും അവസാനിക്കുന്നത് വലിയ വിശ്വാസ പ്രഖ്യാപനങ്ങളോടുകൂടെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, the lamentation need not be the lasting phase of your life. You may lament, but you may begin with lament, but you need not end up in lamenting. You can end up lavishing in praising God. So from lament to lavishness of praise. ഈ സ്ത്രീയും അങ്ങനെ വിലാപത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ മുഖത്തേക്ക് മാറിയ ഒരു സ്ത്രീയാണ്. 4 കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വീണ്ടെടുപ്പിന്റെ വഴിവിളക്കായി ഈ വിധവയായ സ്ത്രീ മാറിയത് എങ്ങനെയാണ്? വീണ്ടെടുപ്പിന്റെ വഴിവിളക്കായി ഈ വിധവയായ സ്ത്രീ മാറിയത് ഒന്നാമതായി അവൾക്ക് മുറിവേൽക്കാത്ത വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. She had invigorating faith in the midst of afflictions. Invigorating faith despite inflictions. മുറിവേൽക്കാത്ത വിശ്വാസം. ഈ സ്ത്രീക്ക് എത്ര പ്രായമാണ്? ഈ സ്ത്രീക്ക് എത്ര പ്രായം? 55 വായിച്ചതിന്റെ ബലത്തിലാ പറഞ്ഞത്. ഈ സ്ത്രീയുടെ പേരോ അവരുടെ പ്രായമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്റെ ധാരണ ഷീ ഈസ് എ യങ് വിഡോ, ഒരു യുവതിയായ വിധവയാണ് എന്ന് നമുക്ക് ചില അടയാളങ്ങൾ വെച്ച് പറയാം. അവരുടെ ഭർത്താവിനെ കുറിച്ച് ഒരു വാചകം പറയുന്നുണ്ട്. എന്താണ്? യഹോവ ഭക്തനായ മനുഷ്യൻ, സുവിശേഷ പ്രവർത്തകനായ ഭർത്താവ്, വിശ്വാസിയായ ഭർത്താവ്. അങ്ങനെ നേരാവണ്ണം നീതിയോടെ സുവിശേഷ താല്പര്യങ്ങളോടെ യഹോവ ഭക്തിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ. അവൻ അധികം പ്രായമാകുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നത് ശരിയാണ്. അകാല മരണം എന്നൊന്നില്ല, അത് ഞാൻ സമ്മതിക്കും. നമ്മൾ ചുമ്മാ ചിലപ്പോൾ കയറി പറയും അകാലത്തിൽ മരിച്ചു, അപ്പൊ കാലം ചെയ്യുന്ന ആരാ? അകാലം എന്ന് പറയാം. എന്നാൽ എങ്കിൽ പോലും ഒരു സാധാരണ ജീവിത ചക്രം ഉണ്ടല്ലോ, അതിൽ നിന്നേറെ മുമ്പേ
ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം. അത് അദ്ദേഹം മദ്യപനായിട്ടോ വെറിക്കൂത്തുകാരനായിട്ടോ വഴിയിൽ ബോധമില്ലാതെ സഞ്ചരിച്ചവനായിട്ടോ ഒന്നുമല്ല മരിച്ചത്. യഹോവ ഭക്തനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു. അങ്ങനെ ഈ യഹോവയോട് സ്നേഹമുള്ളവരും യഹോവയെ ശുശ്രൂഷിക്കുന്നവരും ഇങ്ങനെ നേരത്തെ മരിക്കുന്നത് ശരിയാണ് ആണല്ലേ? അല്ലല്ലേ? പിന്നെ ആരാ പെട്ടെന്ന് മരിക്കേണ്ടത്? അപ്പൊ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുണയായി ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയത് മാത്രമല്ല, ഒന്നും ഉണ്ടാക്കി വെച്ചുമില്ല. നമുക്കറിയാം, ഞങ്ങളെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പലരും ഇങ്ങനെ പെട്ടെന്ന് ഭർത്താക്കന്മാരൊക്കെ മരിക്കുന്ന ചില സന്ദർഭങ്ങളിലെങ്കിലും പിന്നീട് ചെന്ന് അവരുടെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, അച്ചോ ആള് പോയി, അത് വലിയ ദുഃഖമാണ്, പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് കഴിഞ്ഞുകൂടാനുള്ള ഒരു വക അദ്ദേഹം ഒരുക്കി വെച്ചിട്ടാണ് പോയത്. അത്രയും ഒരു ആശ്വാസം, അത്രയും ഒരു ആശ്വാസം. എന്നാൽ ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടോ? So it is not only the death of her husband, she is in debt. കടം കൂടെ വരുത്തി വെച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, കടം കൂടെ വരുത്തി വെക്കത്തക്കവണ്ണം ഇയാളെന്തോ കണക്കില്ലാതെ ജീവിച്ച ആളാണോ? അതിന്റെ ഉത്തരം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ കടം കൂടെ വരുത്തി വെച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ 2 കടക്കാർ വന്ന് 2 പിള്ളേരുണ്ടായിരുന്നു. 2 പിള്ളേരെ കൂടെ, 2 പിള്ളേരെ പറയുന്നില്ല, പിള്ളേരെ കൂടെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദൈവഭയത്തിൽ ജീവിച്ച് ഒരു ഭവനത്തിന് മറ്റെല്ലാവരെക്കാളും അധികം പ്രതിസന്ധിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, കർത്താവിനോടുള്ള സ്നേഹം കഷ്ടതകളുടെ ആധിക്യത്തിലാണ് പലപ്പോഴും എത്തുക. We may love Lord Jesus more, but we may have abundance of afflictions. കർത്താവിനോട് കൂറ് അധികമുണ്ട് എന്നതുകൊണ്ട് കഷ്ടതകളിൽ നിന്ന് നമുക്കൊരു ഇൻസുലേഷൻ ഇല്ല. അതുകൊണ്ട് പലപ്പോഴും ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നു, അടുത്ത എന്തുവാ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണ്. തിരുമേനി പറയും, യഹോവ എന്റെ ഇടയനാകുന്നു, മുട്ടിന് ഒരു കുറവുമില്ല, ഞെരുക്കത്തിന് ഒരു കുറവും ഇല്ല, ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു പഞ്ഞവും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് യഹോവ എന്റെ ഇടയനാകുന്നത് കൊണ്ട് എനിക്ക് ഒരു ദോഷവും കുഴപ്പവും കഷ്ടവും ബുദ്ധിമുട്ടും ഒന്നും വരികയില്ല എന്നാണെങ്കിൽ, നമുക്ക് ഇവിടെ കാണാം, ദീർഘായുസില്ലാത്ത, സാമ്പത്തിക ഭദ്രതയില്ലാത്ത, സുരക്ഷയില്ലാത്ത ഒരു ജീവിതം അവശേഷിപ്പിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിധവയാക്കിക്കൊണ്ട് ഈ ഭർത്താവ് നഷ്ടപ്പെട്ടു. ആര് കൊണ്ടുപോയി? ദൈവം കൊണ്ടുപോയി. God has taken her future away. അവളുടെ ഭാവി ദൈവം ഇരുട്ടാക്കി കളഞ്ഞു. When God is making our future bleak, should we have faith in God? നമ്മുടെ ഭാവി ദൈവം ഇരുട്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ദൈവത്തെ പിടിക്കേണ്ട കാര്യം, ദൈവമാണ് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് പ്രതിസന്ധി വരുത്തുന്ന ഒരു ദൈവത്തെ ഇഷ്ടമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്നാണ്. അപ്പോൾ പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ എന്തിനാണ് പിന്നെ ഈ ദൈവം എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും. ഒരു പ്രതിസന്ധി വന്നപ്പോൾ ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? പിന്മാറ്റക്കാരിയായി. പ്രതിസന്ധി വന്നു അല്ലേ? When suffering came, she turned back. ഒരു രോഗത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ ഇയ്യോബിന്റെ ഭാര്യ എന്തോ പറഞ്ഞു? ഈ ദൈവത്തെ തള്ളിപ്പറ എന്ന് പറഞ്ഞു. അപ്പോ suffering had made Mrs. Lot to look back. Suffering had made Mrs. Job to rebel. ഈ 2 പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ദൈവം നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ നാം പിന്മാറിപ്പോകാം. നമുക്ക് പിരിമുറുക്കം കൂടി നമ്മൾ റിബൽ ആയി എന്ന് വരാം. എന്നാൽ വീണ്ടെടുപ്പിന്റെ വഴിവിളക്കായി ഈ സ്ത്രീ തീർന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, suffering had made this woman to trust the Lord more.
ജീവിതത്തിന്റെ പ്രതിസന്ധി വർദ്ധിച്ചപ്പോൾ അവളുടെ വിശ്വാസം തണുത്തു പോകുകയല്ല, വിശ്വാസം ഊർജം കൂടുതലുള്ളതായി മാറി. അതുകൊണ്ടാണ് ഞാൻ ഇൻവിഗറേറ്റിംഗ് ഫെയ്ത്ത് എന്ന് പറഞ്ഞത്. ഇൻവിഗറേഷൻ എന്ന് പറഞ്ഞാൽ അത് എനർജൈസ് ചെയ്യുകയാണ്. ക്രൈസിസ് ഹാസ് ബിക്കം എ ക്രൂസിബിൾ ഫോർ ഫെയ്ത്ത്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വിശ്വാസത്തിന്റെ മൂശ ഒരുക്കുന്നതായി നമ്മൾ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിലെ മുറിവുകൾ കൊണ്ടും ജീവിതത്തിലുണ്ടായ മരണം കൊണ്ടും അവളുടെ വിശ്വാസത്തിന് മുറിവേറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ജീവിതത്തിലെ മുറിവുകൾ കൊണ്ടും ജീവിതത്തിലെ ഉണ്ടാകുന്ന മരണം കൊണ്ടും വിശ്വാസത്തിന് മുറിവുണ്ടാകുന്നില്ല. എനിക്ക് പലരെയും അറിയാം. അവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ ഒരു മകൻ നഷ്ടപ്പെട്ടു പോവുകയോ, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോവുകയോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുമ്പോൾ ഉൾവലിഞ്ഞ് ഊർജമില്ലാതെ പിന്മാറി മറുതലിച്ച് അതിന് ഈ ദൈവം എനിക്ക് എന്താ ചെയ്തത്, ഈ ദൈവത്തെ കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം, ഈ ദൈവത്തെ ഞാൻ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ എനിക്കറിയാം, ഞാൻ ശുശ്രൂഷ ചെയ്ത ഇടവകൾ, എൻ്റെ യൗവനകാലത്ത് ഞാൻ ശുശ്രൂഷ ചെയ്തൊരു ഇടവകയിൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 85 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായി. ഞാൻ ഈ അമ്മച്ചിയുടെ അടുത്ത് കുറച്ച് എന്നിട്ട് ചോദിച്ചു, അമ്മച്ചിയുടെ കഥ എന്താണ്? അപ്പൊ അമ്മച്ചി പറഞ്ഞു, എൻ്റെ 27ാമത്തെ വയസ്സിൽ എൻ്റെ ഭർത്താവ് മരിച്ചു, 4 കുഞ്ഞുങ്ങൾ. അച്ചോ, ആ നാളുകളിൽ പലപ്പോഴും ഞാൻ കണ്ണടച്ചാൽ ഒരു കയർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. ഒരു കയർ, ഒരു മുഴം കയർ. പക്ഷേ എൻ്റെ കർത്താവ് ആ കയറിൽ നിന്ന് എന്നെ വിടുവിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ 85ാമത്തെ വയസ്സിൽ നിൽക്കുന്നത്. ഞാൻ ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ ഇത്രയും കുറെ അമ്മച്ചിമാരെ നോക്കും. ജീവിതത്തിന്റെ ഏറ്റവും കഠിനമായ യാതനകളിലൂടെ വിശ്വാസത്തിന്റെ മൂശ തെളിയിച്ച ആളുകൾ. എന്നാൽ അതിന് വ്യത്യസ്തമായി ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ എന്താ വരാത്തെന്ന് ചോദിച്ചാൽ എന്തിനു വരണമെന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ നമ്മുടെ വിശ്വാസത്തിന് മങ്ങൽ ഉണ്ടാക്കുന്നുണ്ടോ, മുറിവേൽപ്പിക്കുന്നുണ്ടോ? ഇത് നമ്മൾ വളരെ ഗൗരവമായി ചോദിക്കണം. അവൾ ഈ ഭർത്താവ് പ്രാർത്ഥിച്ച് അതേ ഇടത്ത് പോയി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? എന്റെ ജീവിതത്തിൽ കഷ്ടം വന്നാലും നഷ്ടം വന്നാലും എനിക്ക് അഭയമായി ഇവിടെ ഉണ്ട്. ഈ ദൈവം എന്നോട് കാര്യമായി സ്നേഹിച്ചില്ല എങ്കിൽ പോലും ഈ ദൈവത്തിലാണ് എന്റെ വിശ്വാസം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്ഷേമകാലത്ത് മാത്രമല്ല, ക്ഷാമകാലത്തും വിളിക്കാവുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ക്ഷാമകാലത്ത് എന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന്. പഴയ പാട്ടുകളുടെ അർത്ഥമൊക്കെ നോക്കി പാടുന്നു. ക്ഷാമകാലത്ത് എന്നെ ക്ഷേമമായി പോറ്റുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് എന്താണെന്ന് നമുക്കൊരു പിടിയുമില്ല. പക്ഷേ നമുക്കറിയില്ല എന്നതുകൊണ്ട് മാത്രം അതിന് ഉത്തരമില്ല എന്ന അർത്ഥമില്ല. നമ്മേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണ് ദൈവം. ഞാനിത് പഠിച്ചത്, എനിക്കൊരു പട്ടിയുണ്ട്. ഈ പട്ടിയുള്ളവർക്ക് ഈ പട്ടി എന്നൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അവരെ അതിനെ ഡോഗ് എന്നോ പപ്പി എന്നൊക്കെ പറയണം. പക്ഷെ നമ്മളൊരു നാടനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് പട്ടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ രാവിലെ ഈ പട്ടിയെ കൊണ്ട് അതിനെ നടത്താൻ പോകും. അപ്പൊ ഞാനൊന്ന് ഏനാത്ത് ശുശ്രൂഷിക്കാം. അപ്പൊ വെളിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എല്ലാം നടക്കുവാകും, അതിനെ നടക്കുവാകും. ഞങ്ങൾ രണ്ടും കൂടെ നടക്കാം. അപ്പൊ നടക്കാൻ പോകുന്നുണ്ടേ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സൈഡിൽ നല്ല പുല്ലുണ്ട്. ഈ കറുകപ്പുല്ലെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? നാട്ടിൽ നിന്ന് പറഞ്ഞു കറുകപ്പുല്ല്. അതിന് ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടോ, കറുകപ്പുല്ല്. അപ്പൊ ഈ പട്ടി എന്ന് ഈ കറുകപ്പുല്ല് തിന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്തിനാ ഈ പുല്ല് തിന്നെ? അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു അത് നല്ല, അതിനറിയാം ഔഷധമുള്ളതാണ്, അതുകൊണ്ട് അത് തിന്നുന്നതാണ്. അപ്പൊ ഞാൻ എന്നും ആ ഭാഗത്ത് ചെല്ലുമ്പോ ഈ കറുകപ്പുല്ലിന്റെ അവിടെ നിർത്തും, ഇത് തിന്നു.
ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇതുമായിട്ട് നടന്നു വരുമ്പോൾ റോഡാണ്, റോഡിന്റെ സൈഡിൽ നല്ല പച്ചപ്പുല്ലുള്ള റോഡ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ റോഡിൽ കൂടെ ഒരു ചെറിയ സാധനം എഴഞ്ഞ് ഈ പുല്ലിനകത്തോട്ട് കയറും. മനസ്സിലായി? എഴഞ്ഞു പോയ സാധനത്തെ പേര് പറഞ്ഞാൽ ഇവരാരെങ്കിലും പേടിച്ചു പോകുമ്പോൾ ഞാൻ പറയാൻ. കാര്യം ഈ വലിയ ഹീറോയിസം പറയുന്ന ചിലരോട് പല്ലി പാറ്റാന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പിന്നെ നമ്മൾ എഴഞ്ഞു പോകുന്നതിനൊക്കെ പേര് പറഞ്ഞാൽ, അപ്പൊ എഴഞ്ഞിത് അപ്പുറത്തെ പുല്ലിനകത്തോട്ട് കയറും. അപ്പൊ ഞങ്ങളുടെ റൂട്ട് ഞാൻ വെട്ടി. അവിടെ വന്നപ്പോ ഞാൻ റൂട്ടിന്റെ അപ്പുറത്തോട്ട് പിടിച്ച് അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഒരു കരിഞ്ഞ കുറെ പുല്ലുണ്ട്. ഞാൻ നീ വേണം എഴുതിരുന്നോളാം. അപ്പൊ അതെന്നെ ഇങ്ങനെ നോക്കിയപ്പോ ഞാനും അതും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി, നീ എന്തോ പാർട്ടിയാണ്. അപ്പുറത്ത് നല്ല പച്ചപ്പുല്ലുള്ളപ്പോൾ എന്നെ ഈ കരിഞ്ഞ പുല്ല് തിരിക്കുന്നു. ഞാനവിടെ കുറച്ചു നേരം നിന്നു. എന്നിട്ട് ഞാൻ കണ്ണടച്ചിട്ട് പറഞ്ഞു, ദൈവമേ എപ്പോഴും എനിക്ക് പച്ചപ്പുല്ല് തരല്ലേ. നീ കരിഞ്ഞ പുല്ല് കാണിക്കുമ്പോഴും അത് നിനക്കറിയാവുന്നത് കൊണ്ടാണ് എന്നറിയാനുള്ള കൃപ എനിക്ക്. അന്നാണ് ഞാൻ ഈ വേദഭാഗത്തിന്റെ അർത്ഥം മനസ്സിലായത്. പച്ചയായ പുൽപ്പുറങ്ങൾ മാത്രമല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്, ചിലപ്പോഴെങ്കിലും കരിഞ്ഞ പുല്ലുകൊണ്ടും അവൻ നമ്മെ പുലർത്തും. ആ കരിഞ്ഞ പുല്ല് കാണിക്കുമ്പോഴും ദൈവത്തിന് നമ്മൾ അറിയാത്ത ചിലതൊക്കെ അറിയാം. ഞാൻ അതിനെ പച്ചപ്പുല്ലിൽ കയറ്റുന്നതായിരുന്നോ സ്നേഹം, കരിഞ്ഞ പുല്ലിലോട്ട് കൊണ്ടുപോയതാണോ സ്നേഹം? അപ്പൊ ഈ പട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പച്ചപ്പുല്ല് കിട്ടുമ്പോഴാണ് യജമാനിന് സ്നേഹമുള്ളതെന്നും കരിഞ്ഞ പുല്ല് കൊടുക്കുമ്പോൾ സ്നേഹമില്ലെന്നുമായിരുന്നു അവന്റെ വിശ്വാസമെങ്കിൽ, അവന്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പച്ചപ്പുല്ലിലോട്ട് വിട്ടിരുന്നെങ്കിൽ അത് അവന്റെ അവസാനമായി പോകുമായിരുന്നു. നമ്മൾ ഓർക്കുന്ന പല പച്ചപ്പുകളും ചിലപ്പോൾ നമുക്ക് ദോഷമായി ഭവിക്കാം. നമ്മൾ വിചാരിക്കുന്ന പല കരിച്ചിലുകളും നമുക്ക് ജീവദായകമായി മാറാം. So it is the Lord who will know whether it is a crisis in our life or whether it is the best time in our life. The Lord only will know which is the best for us. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ നീ തരരുതേ, നീ ഇച്ഛിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തരണേ. ബിക്കോസ് യു നോ ദ ബെസ്റ്റ് ഫോർ us. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതം ഇരുളടഞ്ഞതാണ്. ഇനി കരിഞ്ഞ പുല്ലേ ഉള്ളൂ എന്ന് കണ്ടപ്പോഴും അവൾ അവിടെ തന്നെ പോയി. She did not rebel. She did not turn back, but she took the same God as her refuge. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ തത്വം ഇതാണ്. Crisis and suffering are not the absence of God. Crisis and suffering are not signs of the absence of God. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും പോരാട്ടങ്ങളും ഒന്നും ദൈവത്തിന്റെ അസാന്നിധ്യമോ ദൈവത്തിന്റെ സ്നേഹക്കുറവോ അല്ല എന്ന് അവരെ പഠിപ്പിക്കണം. നമ്മുടെ വീടുകൾ പരാജയപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, വീടുകൾ കുഞ്ഞുങ്ങളെ ദുരിതം, ദുഃഖം, പ്രയാസം എന്നിവയൊക്കെ കാണാനോ അഭിമുഖീകരിക്കാനോ ഇന്ന് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വീടുകളിലെല്ലാം നാം ഇപ്പോൾ ക്ഷേമകാലമാണ്. ഒരു ക്ഷാമം എന്താണ് എന്ന് അവരെ ഒരിക്കലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. പട്ടിണി എന്താണ് എന്ന് പഠിപ്പിക്കുന്നില്ല. വിശപ്പ് എന്താണ് എന്ന് പഠിപ്പിക്കുന്നില്ല. രോഗം എന്താണ് എന്ന് പഠിപ്പിക്കുന്നില്ല. മരണം എന്താണ് എന്ന് പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്ന സർവകലാശാല വേറെ ഏതെങ്കിലും ഉണ്ടോ? Home is the only university. Church is the only place where people are trained about sickness, suffering and death.
അല്ലയോ? ഈ കൊച്ചുങ്ങളെ മരണത്തിന് മുമ്പ് മരിച്ചാൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൊച്ചു കൊച്ചിനെ കൂടെ കൊണ്ടുപോകണം. എന്തിനാണെന്നറിയാമോ? ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടെന്ന് ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കണം. രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടുപോകണം. കാരണം ഈ ആരോഗ്യം മാത്രമല്ല ജീവിതം എന്ന് പഠിപ്പിക്കാൻ അവർക്ക് വേറെ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സ് ഇല്ല. ആ ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം the problem, the death and suffering in her life has not wounded her faith. It invigorated her faith. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ രോഗാനുഭവത്തിൽ, ബുദ്ധിമുട്ടുകളിൽ, നാം പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് പ്രായമാകുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, കർത്താവേ ഞാൻ ഇങ്ങനെ അങ്ങ് പോണേ, നടക്കുമ്പോൾ അങ്ങ് പോണേ, മറ്റൊരാൾ ബുദ്ധിമുട്ടില്ലാതെ പോണേ. എങ്ങനെ പോകുന്നത് നമുക്ക് വല്ല പിടിയുണ്ട്? നമ്മൾ തളർന്നു കിടന്നിട്ടാണോ പോകുന്നത്? നമുക്ക് വല്ല ധാരണയുണ്ട്? നമ്മളൊരു പക്ഷേ 10 വർഷം കടന്നുപോയെന്ന് വരാം. We do not know, but whatever happens, അതാണ് നമ്മൾ പറയുന്നത്. Whatever happens, you will be my refuge. നീ ആയിരിക്കും എൻ്റെ സങ്കേതം. അങ്ങനെ പറയുമ്പോൾ വിശ്വാസം ജീവിതത്തിന്റെ മുറിവുകൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. ന്യൂട്ടൺസ് ലോ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ നമ്മുടെ വിശ്വാസത്തെ മുറിപ്പെടുത്താൻ പാടുള്ളതല്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് വിശദീകരിക്കുന്നതിൽ ഒറ്റ വാചകം ഞാൻ പറയാം. ഈ പ്രവാചകൻ പോലും ഇങ്ങനെ പട്ടിണി കിടന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആളാണ്. ഏത് പ്രവാചകൻ? എലീശ പ്രവാചകൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഇവരെങ്ങനെ കടം വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ എലീശ പ്രവാചകനും കൂട്ടരും എന്ന് പറഞ്ഞാൽ മുഴുവൻ പട്ടിണിക്കാരായിരുന്നു. അതെങ്ങനെ നമുക്കറിയാം? എലീശയുടെ അടുത്ത് കുറച്ച് പ്രവാചക ശിഷ്യന്മാർ പെട്ടെന്ന് വന്നു. അപ്പൊ നോക്കിയപ്പോ കഞ്ഞി വെക്കാൻ അരിയില്ല. അപ്പൊ പ്രവാചകൻ എന്തോ പറഞ്ഞു, നിങ്ങൾ വെളിയിൽ പോയി കാട്ടുചീര പറിച്ചുകൊണ്ട് വരാൻ, അത് നമുക്ക് സൂപ്പ് വെച്ച് കൊടുക്കാമെന്ന്. അപ്പൊ കാട്ടുചീര കൊണ്ടുവന്നു. കാട്ടുചീര പറിച്ച് തിന്നുടനെ എന്ത് സംഭവിച്ചു? സൂപ്പ് കുടിച്ചപ്പോ അത് പോയിസൺ ആയിരുന്നു. അങ്ങനെ പോയിസൺ ആയതുകൊണ്ട് അവർ പെട്ടെന്ന് അവർക്ക് ഫുഡ് പോയിസൺ ഉണ്ടായി. പിതാവേ മരണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആ മരണത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രവാചകൻ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതിനേക്കാൾ പോയിന്റ്, വീട്ടിൽ വരുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഇല്ലാതിരുന്നയാളാണ് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അത്താഴ പട്ടിണിക്കാരുടെയും മുഴുപട്ടിണിക്കാരുടെയും സംഘമായിരുന്നു ഈ വിശ്വാസ സമൂഹം. എന്നാൽ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം. ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ എലീശയുടെ അടുത്താണ് നയമാൻ കുറെ സമ്മാനവുമായിട്ട് വരുന്നത്. ആ നയമാൻ കൊണ്ടുവന്ന സമ്മാനം ഇപ്പോഴത്തെ കാലത്തെ വില അനുസരിച്ച് $6 മില്യൺ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. $60 ലക്ഷം കണക്കൂട്ടുണ്ടാവും. $60 ലക്ഷം വിലയുള്ള സമ്മാനമാണ് നയമാൻ ഈ അത്താഴ പട്ടിണിക്കാരനായ എലീശയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത്. കൂടുള്ള പലർക്കും വീട്ടിൽ പട്ടിണിയാണ്, കടമാണ്, കാര്യം സർവൈവ് ചെയ്യാൻ മറ്റൊന്നുമില്ല. നമ്മൾ നന്ദി കൊണ്ട് എന്റെ ഉള്ളം തുള്ളുന്നതിനുമായിട്ട് ഇതെല്ലാം പഠിക്ക് മേടിച്ചു. എന്നാൽ ഈ അത്താഴ പട്ടിണിക്കാരനായ എലീശ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ നിന്നിൽ നിന്ന് ഒന്നും വാങ്ങുകയില്ല. അപ്പോൾ നയമാൻ എന്തോ പറഞ്ഞു? നയമാൻ പറഞ്ഞു, നീ ഒന്നും വാങ്ങുന്നില്ല എങ്കിൽ എനിക്ക് നീ നിൽക്കുന്ന സ്ഥലത്തെ 2 ചുവട് മണ്ണ് തരാം. എന്തിനാ മണ്ണ് കൊണ്ടുപോയി? അന്ന് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഓരോ ദൈവത്തിന് ഓരോ രാജ്യത്തോടാണ് ബന്ധം. അപ്പൊ യഹോവയായ ദൈവത്തിന് ഇസ്രായേൽ
മണ്ണുമായിട്ടാണ് ബന്ധം. അപ്പൊ ഈ മണ്ണ് കൊണ്ടുപോയി അരാം ദേശത്തിട്ടാൽ ഉടനെ സിഗ്നൽ ഓൺ ആകും യഹോവയുടെ. മനസ്സിലായോ? കാരണം യഹോവയെ ആരാധിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ മണ്ണ് വേണം. അപ്പൊ ഇസ്രായേലിൽ നിന്ന് ഈ മണ്ണ് കൊണ്ടുപോയി അവന്റെ രാജ്യത്ത് ഇട്ടിട്ട് അതിൽ നിൽക്കുമ്പോൾ യഹോവയെ ആരാധിക്കാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ അത്താഴ പട്ടണിക്കാരൻ $1 മില്യൺ സമ്മാനം സ്വീകരിക്കാതിരുന്നപ്പോൾ അവന്റെ ദൈവത്തിന് വില കൂട്ടി. പട്ടിണി കിടന്ന് ദൈവത്തിന് വില കൂട്ടിയ ആളാണ് എലീശ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കൊണ്ട് ദൈവത്തിന് വില കൂടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളുടെ നടുവിൽ, പട്ടിണിയുടെ നടുവിൽ, ദുരിതങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന് വില കൂടുന്നുണ്ടോ? ദൈവത്തിന് വില പറയുന്നുണ്ടോ? ഈ പട്ടിണിയുടെ നടുവിൽ പട്ടിണി കിടന്ന് ദൈവത്തിന് വില കൂട്ടിയ ആളുകളാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടെടുപ്പിന്റെ വഴി വിളക്കുകളായി മാറുന്നത്. So every crisis in our life can be a path to glorify God. കാനാവിലെ കല്യാണത്തിന്റെ പ്രതിസന്ധി അവസാനിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വാചകം എന്താണ്? അങ്ങനെ അവൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി. So crisis can be a moment of seeing the glory of God. അത് ലോകത്തിന്റെ ലോജിക് അല്ല, ഇൻഷുറൻസ് കമ്പനികൾ വെക്കുന്ന ലോജിക് അല്ല. This is the logic of faith. ഇത് വിശ്വാസത്തിന്റെ ന്യായീകരണമാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ദൈവവുമായുള്ള ബന്ധം മരണത്തിനപ്പുറമായുള്ള ബന്ധമാണ്, ജീവിതത്തിലെ മുറിവുകൾക്ക് അപ്പുറമായുള്ള ബന്ധമാണ്. ഒന്നാമത് പറഞ്ഞു, മുറിവേൽക്കാത്ത വിശ്വാസം, invigorating faith despite the inflictions in life. രണ്ടാമത് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത് interceding for the young generation, മക്കൾക്കായുള്ള മധ്യസ്ഥത. ഈ സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിൽ വന്ന്, ദൈവസന്നിധിയിൽ വന്ന് കരയാണ്, നിലവിളിക്കുകയാണ്. എന്തിനാണ്? തന്റെ മക്കൾ രക്ഷപ്പെടണം. അവർ മറ്റുള്ളവരുടെ അടിമകളായി പോകരുത്. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ വന്ന് ആധിപത്യം സ്ഥാപിക്കരുത്. ഈ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് അവർ വേർപെട്ടു പോകുവാൻ ഇടയാകരുത് എന്ന് പറഞ്ഞ് ഈ അമ്മ വന്ന് മധ്യസ്ഥത അണയ്ക്കുകയാണ്. നമ്മൾ മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നുണ്ടോ? Do we believe in interceding? നമ്മൾ മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നവരാണ്. ചിലപ്പോൾ അറിയാതെ നമ്മൾ പറയും നമുക്ക് മധ്യസ്ഥതയിൽ വിശ്വാസമില്ല. മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ജീവനുള്ളവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നു. നമ്മൾ മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നവരാണ്. We believe in intercession. എന്നാൽ ജീവനുള്ളവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥതയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസ മുക്കുന്നത്. അപ്പോൾ നമ്മൾ മധ്യസ്ഥത വഹിക്കുന്നവരാണ്. ഈ അമ്മ വന്ന് കരഞ്ഞ് മധ്യസ്ഥത നടത്തുകയാണ് മക്കൾക്ക് വേണ്ടി. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നുണ്ടോ? Are we interceding for our children, for our young generation? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ പലരും പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയും കരഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലേ? കരഞ്ഞ് ഇപ്പൊ നമ്മൾ എന്തോ പറയുന്നത്? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ആരും മക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കാത്തവരല്ല, അല്ലേ? We sweat for our children, but do we cry for our children? നമ്മൾ വിയർപ്പൊഴുക്കും, പക്ഷേ കണ്ണുനീർ ഒഴുകുന്നുണ്ടോ? കരയുക
തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ കരയുന്നത് അഥവാ കരഞ്ഞാൽ തന്നെ സ്ത്രീകൾ കരയണം, പുരുഷന്മാരൊരു കാരണവശാലും കരയരുത്. കരഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കൊച്ചു വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരു പെൺകൊച്ച് ഉറക്കം ചിരിച്ചാൽ ഉടനെ നമ്മൾ പറയും, നീ എന്തോ ഇങ്ങനെ കാക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ആൺപിള്ളേരുടെ കൂട്ട്. ഒരു ആൺകൊച്ചൻ കരഞ്ഞ ഉടനെ നമ്മളോട് പറയും, നീ എന്തുകൊണ്ടാ ചില പെൺപിള്ളേരുടെ കൂട്ട് മോങ്ങുന്നത്. അപ്പൊ മോങ്ങണമെങ്കിൽ സ്ത്രീ ആയിരിക്കണം, ആർത്തു ചിരിക്കണമെങ്കിൽ പുരുഷന്മാരായിരിക്കണം. ഇങ്ങനെ ചില പഠിപ്പിക്കണം. അതുകൊണ്ട് എന്തോ സംഭവിക്കുന്നത്? സ്വന്തം അമ്മ മരിച്ചാൽ ആൺപിള്ളേർ ഗജവീരന്മാർ ഫോട്ടോ സൂട്ടും ഒക്കെ ഇട്ട് അവിടെ വന്ന് നിന്ന് വെച്ച് വിരാട് കോഹ്ലി വിക്സ് വഹിക്കുന്ന ഇത്രേ ഉള്ളൂ അമ്മ എത്താനും. കാരണം എന്താ? കരഞ്ഞ ആൺപിള്ളേരെ കരഞ്ഞ ഈ ശോധമ്പരാൻ എവിടെയൊക്കെ നിന്ന് കരഞ്ഞു, കല്ലറയ്ക്ക് കിടന്ന് കരഞ്ഞു, ക്രൂശിൽ കിടന്ന്. There was a public display of cry and tears. അപ്പന്മാർ മക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലായി. ഞങ്ങളെ ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി കരയുന്നത് നിങ്ങൾ കണ്ടിട്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? അവരോട് നമ്മൾ പലപ്പോഴും പറയുന്നത്, നിനക്ക് വേണ്ടിയാണോ ഞാൻ ഈ ഓടുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെടുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ഈ കഷ്ടപ്പെടുന്ന പിള്ളേരെ അവർക്ക് വേണ്ടി കരയുന്ന ഒരു അപ്പനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടെടുപ്പിന്റെ വഴിവിളക്കുകൾ വീടുകളിൽ കത്തും. So we need more tears, not just sweat. വിയർപ്പ് മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മൾ ഒഴിക്കേണ്ടത്, നമ്മൾ കണ്ണുനീരുകൂടെ ഒഴുക്കണം. ഫോർ യങ് ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി. എനിക്ക് ഈ വേദഭാഗത്ത് വലിയ സന്തോഷം. നിങ്ങളുടെ സന്തോഷം പോകാറായി. ഉള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എലീശ പ്രവാചകൻ, he is intervening for his children or for somebody's children. Somebody's children. ഈ അമ്മ വന്ന് കരഞ്ഞത് അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്, അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയാണ്. എന്നാൽ പ്രവാചകൻ വേറൊരാളിന്റെ മക്കൾ അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അവർക്ക് അനുഗ്രഹം ഉണ്ടാകാൻ ഇറങ്ങി പ്രവർത്തിക്കുന്ന, ആലോചിക്കുന്ന, അതിന് ആലോചന കൊടുക്കുന്നയാളായി മാറി. ബോറിവല്ലി മാർദ്ദമായ ഇടവകയിലെ നമ്മുടേതല്ലാത്ത മക്കളും കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സൺഡേ സ്കൂളിന്, കലാമത്സരത്തിന് എന്റെ കൊച്ചുമോക്കല്ല മറ്റൊരാളുടെ കൊച്ചുമോക്കാണ് ഒന്നാമത്തെ സമ്മാനമെങ്കിൽ കാർമേഘം ഇടിഞ്ഞു. കലാപമേളയാണ്, കുസ്തി മത്സരമാണ്. എന്തിനാണ്? നോട്ട് മൈ ഗ്രാൻഡ് ചൈൽഡ്, നോട്ട് മൈ ചൈൽഡ്, ബട്ട് ദിസ് പ്രോഫറ്റ് ഈസ് ഇന്റർവീനിങ് for the blessing of somebody else's children, not his children. എനിക്ക് 7 വയസ്സുള്ള കഥ പറയാം. എനിക്ക് 7 വയസ്സുള്ള എന്റെ അമ്മച്ചി, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ നിന്നാണ് ചെറുപ്പത്തിൽ വളർന്നത്. അവിടെ അമ്മച്ചി തല വയ്ക്കുന്നത് അതിന്റെ ചുമ്മാ പറയാം, തലവലിക്ക് ഉറങ്ങിയതോടായി. അപ്പോ നിങ്ങളൊന്നും അല്ല, ഞാൻ ചുമ്മാ കൈ കാണിച്ചത്. ഇനി അതിന് പേരൊരു വഴക്കിന് ഞാൻ അപ്പോ ഞങ്ങളുടെ അമ്മച്ചി എന്നോട് പറയണം, നമുക്ക് ഒരെണ്ണം വരപ്പാ. അപ്പൊ ഞാൻ അമ്മച്ചിയുടെ ഈ എന്താ പറയുന്നത്, വാലയെ തൂങ്ങുകയെന്ന് പറയുന്നത് ഈ കച്ചമുറയുടെ അറ്റത്ത് പിടിച്ച് ഞൊറി പിടിച്ച് നടക്കുന്ന പരിപാടിയാണ്.
അപ്പൊ അമ്മച്ചിയുടെ കൂടെ പോയി. അമ്മച്ചിയുടെ കൂടെ പോയപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഈർക്കില് പോലുള്ള അമ്മച്ചി. ഈർക്കില് പോലുള്ള അമ്മച്ചി എന്ന് പറഞ്ഞാൽ അറിയാതെ സ്കെൽറ്റൻ അമ്മച്ചി. അമ്മച്ചി ഇങ്ങനെ ഈ ഒരരം കട്ടൽ പോലുള്ളടത്ത് ഇങ്ങനെ ചാടിയിരിക്കും. ഞങ്ങളുടെ അമ്മച്ചിയേക്കാൾ പെൻസിലായിട്ടുള്ള അമ്മച്ചി. അപ്പൊ ഞാൻ അമ്മച്ചിയുടെ കൂടെ പോയി അവിടെ ഇങ്ങനെ നിന്നപ്പം ഈ അമ്മച്ചി വർത്തമാനം പറയും. പോയ വഴിക്ക് അമ്മച്ചി എന്ന് പറഞ്ഞു, നമ്മള് ഒരു ദീനമായി ഇരിക്കുന്ന അമ്മച്ചിയെ കാണാൻ പോവാം. ദീനമായിരിക്കുന്ന അമ്മച്ചിയെ കാണാൻ പോവാം. അപ്പൊ ഈ അമ്മച്ചി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അങ്ങനെ എന്റെ അമ്മച്ചോട് ചോദിച്ചു, ഇത് കുഞ്ഞുകുട്ടിയുടെ മോനാണ്? അപ്പൊ അമ്മച്ചി പറയാണെന്ന് കുഞ്ഞുകുട്ടിയുടെ മോനാണ്. അപ്പൊ ഈ അമ്മച്ചി ഇങ്ങനെ കൈ വിറയ്ക്കുന്ന കൈ ഇങ്ങനെ നീട്ടി എന്റെ തലയിലോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതിനുശേഷം 10-21 വർഷം കഴിഞ്ഞാണ് മാർത്തോമാസയിലെ മെത്രാപ്പോലീത്ത എന്റെ തലയിൽ കൈവച്ച് എന്നെ അഭിഷേകിക്കുന്നത്. പക്ഷേ ഈ അമ്മച്ചിയുടെ ഒന്നാമത്തെ അഭിഷേകമാണ് എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ അഭിഷേകം. എനിക്ക് അവരുമായി ഒരു ബന്ധവുമില്ല, അവര് ഞങ്ങളുടെ ബന്ധമല്ല. ഞങ്ങളുടെ അമ്മച്ചി കാണാൻ പോയ ഒരു അമ്മച്ചിയാണ്. പക്ഷെ ആ അമ്മച്ചിയുടെ അവസാന കാലത്ത് അവരുടെ മുമ്പിൽ വന്ന ഒരു കൊച്ചു ചെറുക്കനെ അവന്റെ തലയിൽ കൈവച്ചു, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്നതിന് അപ്പുറം ഒരു അനുഗ്രഹം എങ്ങനെ നമുക്കാകാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്ത ഇടവകളിലെല്ലാം ഞാൻ പറയും, നിങ്ങളുടെ മുമ്പിൽ കൂടെ ഒരു കൊച്ചു കുഞ്ഞ് പള്ളിയിലോട്ട് കയറി വരുന്ന കണ്ടാൽ കൈവെക്കാനൊന്നും പോകരുത്. ഇപ്പോഴത്തെ കാലം പോക്സോ കേസ്, കൈയൊന്നും വെക്കാൻ പോകരുത്. മനസ്സിലെങ്കിലും പറയണം, നിന്നെ നീ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ അവരെ അനുഗ്രഹിക്കണം. ഈ അമ്മച്ചിമാർ ഈ പെൺകൊച്ചുങ്ങളുടെ തലയിൽ പോകുന്ന വഴിക്ക് കൈവെക്കണം. എന്നിട്ട് പറയണം, മേ ഗോഡ് ബ്ലസ് യു. We need to be a blessing people. അതുകൊണ്ട് ഇവിടെ മധ്യസ്ഥത അണയ്ക്കുന്ന അമ്മയും അനുഗ്രഹമായി തീരുന്ന അന്യ മനുഷ്യരും ചേർന്നപ്പോൾ കടക്കാർ പിടിച്ചുകൊണ്ടാ പോകാവുന്ന ഒരു തലമുറ വീണ്ടെടുക്കപ്പെട്ട തലമുറയായി മാറി. Become enslaved generation. That generation had become a redeemed generation because there was a crying mother and an intervening prophet. ഇത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വലിയ ചോദ്യങ്ങൾ പ്രധാനമാണ്. രണ്ട് കാര്യങ്ങൾ. മുറിവേൽക്കാത്ത വിശ്വാസം, മക്കൾക്കായുള്ള മധ്യസ്ഥത. Invigorating faith in the midst of afflictions. Interceding for new generation. അപ്പൊ ഈ പ്രവാചകൻ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട്? അതാണ് നമ്മൾ മൂന്നാമത് കാണുന്ന കാര്യം. മനം കുളിർപ്പിക്കുന്ന കരുതലുകൾ. എംപവറിംഗ് നെയ്ബേഴ്സ്, എംപവറിംഗ് നെയ്ബർഹുഡ്. മനം കുളിർപ്പിക്കുന്ന കരുതൽ. അവളോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുകൊണ്ട്? അപ്പൊ അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയുണ്ട്. അപ്പൊ ഈ എണ്ണയുണ്ടപ്പോ ഈ പ്രവാചകന്റെ ഗുരുവായിരുന്ന ഏലിയ പ്രവാചകനാണെങ്കിൽ സാരഫാത്തിലെ വിധവയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുകൊണ്ട്? അപ്പൊ അവള് പറഞ്ഞു, എന്റെ കയ്യിൽ ഇച്ചിരി എണ്ണയുണ്ട്. അപ്പൊ പറഞ്ഞു, ആ എണ്ണ ഒരിക്കലും തീരത്തില്ല എന്ന് പറഞ്ഞ പോലെ എലീശായി ഈ സ്ത്രീയോട് പറയാണ്, നിന്റെ വീട്ടിലെ ആ ഭരണിയിൽ ഇരിക്കുന്ന എണ്ണ ഒരിക്കലും തീരത്തില്ല, നീ പോയി അത് ഉപയോഗിച്ചോ എന്ന് പറയുന്നതിന് പകരം അവളെ ഈ വഴിയിലെല്ലാം ചെണ്ടാൻ വേണ്ട കാര്യമാണ്. കഥ നിങ്ങൾ മനസ്സിലായിരിക്കും. അവളോട് നിനക്കെന്തോ നീ പോയി അയലോകത്തെല്ലാം പോയി പാത്രം കടന്നു പാത്രം മേടിച്ചോണ്ട് വരണം. അപ്പൊ ഞാൻ എന്റെ ഒരു പ്രാർത്ഥനയോഗത്തിൽ ചോദിച്ചു, ഈ എന്തിനാണ് ഇങ്ങനെ ഇവരെ വിട്ടത്? അപ്പൊ അന്നേരം എന്റെ ഒരു സരസനായ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എന്തോന്ന് വെച്ചാൽ അതൊരു പബ്ലിസിറ്റി കൂടാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പൊ ഇവര് എന്നിട്ട് അയലോകത്തിൽ ചോദിക്കും, എനിക്ക് 2 പാത്രം തരണം. അപ്പൊ അന്നേരം ചോദിക്കും, എന്തിനാ പാത്രം? അപ്പൊ അന്നേരം പറയും, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഈ പാത്രം എല്ലാം മേടിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ എണ്ണ വർദ്ധിക്കാനായിരിക്കും.
അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പാത്രം, അപ്പൊ ഇനി നല്ല എണ്ണ ആയിക്കട്ടെ, എനിക്കൂടെ 2 പാത്രം തരണേ എന്ന്. അപ്പൊ ഈ കടം മേടിക്കുന്നതോടൊപ്പം തന്നെ ഒരു കച്ചവട സാധ്യതയുടെ ഒരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ന് എന്നോട് ഒരു പ്രാർത്ഥന യോഗത്തിലുള്ള ഒരാൾ പറഞ്ഞു. ശരിയായിരിക്കും അല്ലേ? സാധ്യതയാണ്. ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് എത്ര പാത്രം കിട്ടി? അതോ നമ്മുടെ അയൽവക്കത്തുള്ള ഒരാൾ വന്ന് പറയാണ്, പ്രവാചകൻ പറഞ്ഞു എന്റെ വീട്ടിൽ 1 ഭരണി എണ്ണയുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പാത്രം മേടിച്ചുകൊണ്ട് വരണം, ഒന്നും കുറവായിരിക്കരുത് എന്ന് പറയാൻ എത്രയും കിട്ടാമോ അത്രയും കിട്ടാം, അതുപോലെ മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അകത്തോട്ട് കയറിയിട്ട് പറയും. അപ്പൊ എന്നിട്ട് വന്നിട്ട് ഒരാൾ പറയാണ്, എന്റെ അടി എന്തോ പറയാന് 10 പാത്രം ഉള്ളതിൽ 3 ഒഴിവുള്ളൂ, ഒരെണ്ണത്തിനകത്ത് പുളിയിരിക്കുന്നു, മറ്റേതിനകത്ത് ഉണ്ണിയിരിക്കുന്നു, മറ്റേതിനകത്ത് തവിടിയിരിക്കുന്നു, അപ്പോ ആകെ 3 ഉള്ളൂ ഇല്ലേ? പക്ഷേ ഇവരുടെ വീട്ടിൽ പാത്രം കൊണ്ട് മുറി നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീ അവളുടെ ജീവിതയാത്രയിൽ ക്ലേശഭരിതമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അവളുടെ ചുറ്റുമുള്ളവർ കരുതലിന്റെ കൂട്ടുകാരായി മാറി. They are giving gracefully, not grumblingly. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളെ പോലെ കൂടെ നടക്കുമ്പോൾ ഇടറിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു കൈത്താങ്ങൽ ആവശ്യമായി വരുമ്പോൾ നമ്മൾ കൈ തുറന്നു കൊടുക്കുമോ മുറുക്കി പിടിച്ചു കൊടുക്കുമോ? അവൻ നേരത്തെ എത്താൻ ഞാൻ തോന്നും അല്ലേ? അവിടെ മാപ്പിള നേരത്തെ എത്താൻ ഞാൻ തോന്നും, എന്റെ മാപ്പിള പയറ് പോലെ നടക്കും. So here what happens is, when there is a crisis, a group of people are giving graciously and she is receiving gratefully. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വേദഭാഗം നമ്മളോട് പറയുന്നു, നമ്മൾ കൃപയുള്ളവരായി കൊടുക്കുകയും കൃതജ്ഞതയുള്ളവരായി വാങ്ങുകയും ചെയ്യണം. ജീവിതം എന്ന് പറയുന്നത് കൃപയോടെ കൊടുക്കുന്നതും കൃതജ്ഞതയോടെ വാങ്ങുന്നതുമാണ്. നമുക്കിപ്പോൾ വലിയ ഒരു മോശമായ വിചാരമുണ്ട്. നമ്മൾ പറയുന്നു എനിക്ക് ആരുടെയും വേണ്ട, ഞാൻ ആരുടെയും മേടിക്കുന്നുമില്ല എന്നൊരു കൂട്ടം ആളുകൾ പറയും. എനിക്ക് ആരുടെയും വേണ്ട, ഞാൻ ആർക്കും കൊടുക്കുന്നുമില്ല. വേറൊരു കൂട്ടം ആളുകൾ പറയും ഞാൻ ആർക്കും കൊടുക്കാം, പക്ഷെ എനിക്ക് ആരുടെയും ഓശാരം വേണ്ട. ദാറ്റ് ഈസ് നോട്ട് ലൈഫ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് കൊടുക്കവാങ്ങലുകളാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് കൊടുക്കവാങ്ങലുകളാണ്. It is giving and receiving. ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് കൊടുക്കവാങ്ങലുകൾക്ക് താല്പര്യമില്ലാതെ പോകുന്നത്. ഇവിടെ മനബലം കൊടുക്കുന്ന, കരുതൽ കൊടുക്കുന്ന കൂട്ടുകാർ, they are giving graciously and she is receiving gratefully. ഞാൻ എന്റെ വാക്ക് ചോദിക്കുകയാണ്, ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ എണ്ണ നിറഞ്ഞു, അതാണ് 4ാമത്തെ കാര്യം. 3 കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെ കൂടെ പറഞ്ഞു? മുറിവേൽക്കാത്ത വിശ്വാസം, മക്കൾക്കായുള്ള മധ്യസ്ഥത, മനബലം പകരുന്ന കൂട്ടുകാർ, invigorating faith, interceding for young generation and empowering neighbors, and lastly മഹത്വ സന്നിധിയിലെ അർപ്പണം, offering the treasures at the altar. ഈ സ്ത്രീക്ക് ധാരാളം പാത്രം, ആ പാത്രങ്ങളിൽ മുഴുവൻ എണ്ണ നിറച്ചു. എണ്ണ നിറച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് മനസ്സിലാകേണ്ട ഒരു സാധാരണ കാര്യമില്ലേ? എന്താണ്? അവൾക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, കടം. ഈ മുറിയിലെ പാത്രം എല്ലാം കൂടെ കണ്ടാൽ ഒരു 3 ലക്ഷം രൂപയുടെ എണ്ണയാണ്.
അവള് പിന്നെ പ്രവാചകന്റെ അടുത്ത് പോയി ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഇല്ലയോ? അവളുടെ ആവശ്യം 1 ലക്ഷം രൂപ, അവളുടെ കയ്യിലുള്ള എണ്ണയുടെ മാർക്കറ്റ് വാല്യൂ 3 ലക്ഷം രൂപ. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയത്തില്ല. സാമാന്യഗതിയിലാണെങ്കിൽ സാധാരണ അവൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എന്തിനാണ് ഇവൾ പ്രവാചകന്റെ സന്നിധിയിൽ പോയത്? അവള് ചെന്നിട്ട് പറയാണ്, എനിക്ക് ഇത്രയും കിട്ടി, ഞാൻ എന്ത് ചെയ്യണം? വളരെ ചെറിയ കാര്യമാണ്. ഇവൾ ആദ്യം ഈ പ്രവാചകന്റെ അടുത്ത് ചെന്നത് എന്തുകൊണ്ടാണ്? ഇവൾ ആദ്യം പ്രവാചകന്റെ അടുത്ത് പോയത് എന്തുകൊണ്ടാണ്? അവൾ ആദ്യം ദൈവസന്നിധിയിൽ ചെല്ലുന്നത് കണ്ണുനീരുമായിട്ടാണ്. ഇപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുന്നത് ട്രഷേഴ്സുമായിട്ടാണ്, നിക്ഷേപവുമായിട്ടാണ്. അവളുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടായപ്പോഴും ദൈവസന്നിധി ചോദിച്ചു എന്ത് ചെയ്യണം. അവിടെ ജീവിതത്തിൽ ഏറെ ഉണ്ടായപ്പോഴും അവൾ ദൈവസന്നിധിയിൽ ചെന്ന് ചോദിച്ചു എന്തോ ചെയ്യണം. Both her tears and pressures were placed at the altar. എന്നിട്ട് ദൈവത്തോട് ചോദിച്ചു എന്തു ചെയ്യണം. നമ്മൾ പലപ്പോഴും ക്ഷാമകാലത്ത് എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കും, ക്ഷേമകാലത്ത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യും. ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണ്, നമുക്ക് 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നമ്മൾ 50 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുത്തു. നമ്മുടെ കയ്യിൽ 20 ലക്ഷം രൂപ. ആ 20 ലക്ഷത്തിന്റെ പണി തീർന്നപ്പോൾ പിന്നെ 30 ലക്ഷത്തിന്റെ പണി തീരാൻ ലോണ് പെട്ടെന്ന് പ്രയാസം വന്ന് അത് ഒക്കെ തീരും. നമ്മളെന്ത് ചെയ്യും? നമ്മൾ മോളോട് കർത്താവേ 30 ലക്ഷം ഞാൻ എവിടെ നിന്ന് അല്ലേ? നമുക്ക് വളരെ അടുപ്പമുള്ള ആളോട് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അച്ഛൻ എന്തെങ്കിലും വിഷയമുണ്ടെന്ന് ചോദിച്ചാൽ അച്ഛോ ഞങ്ങളുടെ വീട് പണി ഇങ്ങനെ നിൽക്കുകയാണ്, ലോണിന് പ്രതിസന്ധി വന്നു, ഒരു 30 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇല്ലയോ? അങ്ങനെ അങ്ങോട്ട് പോയ വഴിക്ക് ആരാണ്ട് ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരു സ്ത്രീ 2 ആഴ്ച മുമ്പ് അവരുടെ പഠിക്കാൻ വന്നിട്ട് അമ്മ ഒരു തരണേന്ന് പറയുമ്പോൾ 10 രൂപ കൊടുത്തപ്പോൾ അവർ ഭാഗ്യക്കുറി കൊടുത്തായിരുന്നു. അപ്പം പത്രത്തിൽ പിറ്റേ ദിവസം നോക്കിയപ്പോൾ 3 കോടി അടിച്ചു. എത്ര ആഴ്ചയുണ്ട്? 30 ലക്ഷം. ഇപ്പൊ അടിച്ചെത്ര? 3 കോടി. ആരെങ്കിലും മധ്യസ്ഥ പ്രവർത്തനം നടത്തി ഈ 3 കോടി അങ്ങനെ ചെലവഴിക്കണമെന്ന് ആലോചിക്കും? ഇന്ന് വരെ ഏതെങ്കിലും ഒരു സത്യക്രിസ്ത്യാനി ലോൺ കിട്ടാതെ വീട് പണി മുടങ്ങി 30 ലക്ഷം ആവശ്യമുണ്ട് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ആള് എന്റെ കയ്യിൽ 1 കോടി കിട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പ്രാർത്ഥിക്കണേ എന്ന് ചോദിച്ച ചരിത്രമുണ്ടോ? കാര്യം എന്താണ്? നമുക്ക് ഉത്തരം ഇല്ലാത്തപ്പോ ദൈവം മതി, അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ട്. ദൈവത്തെ ആവശ്യമില്ല. But she went to the Lord with her tears and pressures. അപ്പോ അവൾ വീണ്ടെടുപ്പിന്റെ വിളക്കുമരമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ആരോഗ്യം കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും സമർത്ഥരായ മക്കളെ കൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് ബോംബെയിൽ ഇപ്പോൾ ആസ്തിയുള്ള 3 കോടി രൂപ വിലയുള്ള വീടുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? What shall I do with my health, with my strength, with my bank balance? എന്നുകൂടെ ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ അതിശയത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും വിളക്ക് മരങ്ങളായി മാറുന്നത്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ മുറിവേൽക്കാത്ത വിശ്വാസമുള്ളവരായി, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവരായി, അന്യരുടെ മക്കളെ അനുഗ്രഹിക്കുന്നവരായി, കൃപയോടെ നൽകുന്നവരും കൃതജ്ഞതയോടെ സ്വീകരിക്കുന്നവരുമായി, ഞങ്ങളുടെ കണ്ണുനീരിനെ മാത്രമല്ല ഞങ്ങളുടെ നിക്ഷേപങ്ങളെയും നിന്റെ സന്നിധിയിൽ വെച്ച് അഭിപ്രായം ചോദിക്കുന്നവരായി, ആലോചന ചോദിക്കുന്നവരായി തീർന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി ഈ പ്രദേശത്ത് മുൻപോട്ട് പോകുക. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും വാഴ്ത്തി ആശീർവദിച്ച് നമ്മുടെ സഭയെയും ഈ ഇടവകയും തന്റെ കൃപയാൽ എന്നും വഴി നടത്തുകയും ചെയ്യും.